ഒരു ഉമ്മാനെയും വാപ്പാനെയും സങ്കടപ്പെടുത്തിയ മക്കൾക്ക് പടച്ചോൻ ദുനിയാവ് തന്നെ അതിൻ്റെ കണക്ക് നോക്കി കൊടുക്കുന്നു. അല്ല വേഗം കണക്ക് വെക്കുന്നത് ഏതാണെന്നറിയോ? ദുനിയാവിൽ സ്വന്തം വാപ്പനെയും ഉമ്മനെയും സങ്കടപ്പെടുത്തിയാലാ, അവരെ കണ്ണ് നിറഞ്ഞാലാ. അതുകൊണ്ടാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ സഹാബാക്കൾ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അവരുമ്മ കഴിച്ചതിന് ശേഷം വാപ്പ തിന്നതിന് ശേഷം അവർ ഭക്ഷണം കഴിക്കൂ. ഒരാഗ്രഹം രക്ഷിതാക്കൾ പറഞ്ഞാൽ അത് പൂർത്തീകരിച്ചിട്ടല്ലാതെ അവർ കിടന്നുറങ്ങിയിട്ടില്ല എന്നാ. അതുകൊണ്ട് തന്നെയാ അല്ലാഹു തആല പറഞ്ഞതും റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ. പക്ഷെ ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ സ്വന്തം വീട്ടിൽ ഉണ്ടാക്കിയ പൊരയിൽ ജീവിക്കുന്നത് പോലും പേടിച്ചിട്ടാ. ഒരുപക്ഷെ പല മക്കളും ആ വിഷയത്തിലും വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല. ശരിയാ. കാരക്കുന്നത്തെ മഹലിൻ്റെ ഒരു പ്രസിഡന്റാ ഞാൻ, പള്ളി കമ്മിറ്റി പ്രസിഡന്റാ. ചില ആൾക്കാരൊക്കെ ഫോൺ വിളിച്ചിട്ട് പറയും, ഉസ്താദേ നമ്മളെ ഉമ്മൻ്റെ വിഷയത്തിൽ നമ്മളൊന്ന് മധ്യസ്ഥം പറയണം. 5-8 മക്കളുള്ള ഉമ്മയാ, വാപ്പ നേരത്തെ മരിച്ചുപോയി, അവസാനം ഉമ്മ ജീവിക്കുന്നത് ഇളയോൻ്റെ കൂടെ. അങ്ങനെയാ നാട്ടു നടപ്പുന്ന ചിലരെ ധാരണ. ഇളയോക്കൊന്ന് വീട്ടിൽ പോകണമെങ്കിലോ അതിനൊന്നും ചോദ്യമല്ല, ഇളയോക്ക് 4 ദിവസത്തോളം അമ്മൻ്റെ അടുത്ത് ചോദിക്കണമെങ്കിലോ അതൊന്നും ചോദ്യമല്ല, ഇളയോളെ പൊരയിലായിക്കണം. വന്നു നോക്കാൻ നിൽക്കാന്നൊക്കെ എല്ലാവരും പറയെങ്കിലും അത്യാവശ്യ ഘട്ടത്തിന് വിളിച്ചാൽ 100,000 മുടക്ക. വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൈമൽ 1000-ന്റെ 2 നോട്ടുണ്ട കൊടുത്താൽ എല്ലാം തീർന്നെന്ന് വിചാരിക്കുന്ന പമ്പര വിഡ്ഢികളായ മക്കളുണ്ട്. ഏതെങ്കിലും പെരുന്നാളിന് ഉമ്മാക്കൊരു പർദ്ദയും വാപ്പാക്കൊരു കാച്ചിയ തുണിയും വാങ്ങിക്കൊടുത്താൽ തീർന്നു എന്ന് ചിന്തിക്കുന്നവര്, ഇടക്കിടക്ക് ഞാൻ പോയിട്ട് 10-100 കൈമലച്ചു കൊടുക്കലുണ്ട് എന്ന് പറഞ്ഞൊക്കെ കഴിഞ്ഞെന്ന് ചിന്തിക്കുന്നവര്, അതിൻ്റെ 1000 മടങ്ങ് ഒറ്റപ്പെടുത്തലും കണ്ണീരും അവരെ അനുഭവിപ്പിച്ചിട്ടല്ലാതെ അല്ല തിരിച്ചു വിളിക്കൂല എന്ന് പടച്ചോനാ പറഞ്ഞ്. അതുകൊണ്ട് ഇളയോന്റെ ഭാര്യയായിട്ടും ഒത്തുപോണില്ല, അതൊരു പ്രശ്ന. ഓലമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതൊന്ന് മധ്യസ്ഥം പറയണം. അപ്പം ഞാനൊക്കെ സ്വാഭാവികമായിട്ടും തിരിച്ചു വയ്ക്കലുണ്ട്, ഉമ്മാക്ക് എത്ര മക്കളുണ്ട്? 8 മക്കള്. എന്താ ബാക്കി 7 കൂടാത്ത? ബാക്കി 7 എന്താ ഒരുമിച്ചിരിക്കാത്ത? എന്നിട്ടോ നാട്ടിലെ പള്ളി കമ്മിറ്റീനെ പോയി കാണുക. ഒരു ഉമ്മ പെറ്റ് വലുതാക്കി ഉമ്മാന്റെ പൊക്കിൾ കൊടിയുടെ അടയാളം സ്വന്തം മാറത്തുള്ള ഒരുത്തൻ ഓന്റെ ഉമ്മാനെ നോക്കാൻ പെണ്ണിന്റെ വാക്കും കേട്ട് പള്ളി കമ്മിറ്റിക്കാരെ പിന്നാലെ നടക്കുക. അതിലും നല്ലത് സഹാബത്ത് പറഞ്ഞ മാതിരി വടിച്ചു കളഞ്ഞിട്ടോള മാതിരി ജീവിക്കുന്ന. അതെന്റെ വാക്കല്ല. കാരണം ഞാനും നിന്റെ മക്കൾക്ക് വേണ്ടി ഇത്ര ഉരുകുന്നുണ്ടെങ്കിൽ, ഇത്ര സൗകര്യമില്ലാത്തൊരു കാലത്തുരുകിയവരാ മാതാപിതാക്കള്. ഇപ്പോഴും കുയിലേക്ക് മരിക്കാൻ ഒരുങ്ങുന്ന ഒരു വാപ്പാക്കൊരാഗ്രഹമുള്ളൂ, മക്കൾ ഒരുമിച്ചിക്കണമെന്ന്, മക്കൾ നല്ല നിലക്കാവണമെന്ന്. അറിഞ്ഞിട്ടുണ്ടോ അവരുടെ കണ്ണീര്? ചോദിച്ചിട്ടുണ്ടോ അവരെ സങ്കടം? നിങ്ങൾക്ക് കിട്ടിയ ഭർത്താവ് ഒരു ഉമ്മാന്റെ സ്വപ്നമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഇതേപോലെ തന്നെ മരിക്കാൻ കിടക്കുന്ന 6 മക്കളുള്ള ഒരു ഉമ്മ മരിക്കുന്നതിൻ്റെ തൊട്ടു മുൻപ് കാണാൻ പൂതി പറഞ്ഞത് 3ാമത്തോൻ്റെ ഭാര്യനെയാണ്. വേറൊരു മക്കളെ ഉമ്മക്ക് കാണാൻ ആഗ്രഹമല്ല. 3ാമത്തോൻ്റെ ഭാര്യനെ അടുത്ത് വിളിച്ചിട്ട് ഉമ്മ പറഞ്ഞു, പടച്ചോൻ എന്നെങ്കിൽ മോളായിട്ട് തന്നില്ലല്ലോ എന്ന്. അതും കിട്ടിയ മരിയക്കളുണ്ട്. എന്നാൽ കെട്ടിയതിൻ്റെ 6ാമത്തെ കൊല്ലം എങ്ങനെയുണ്ട് പുകച്ചു ചാടിച്ച് ഉമ്മാന്റെ കൈപ്പിടിയിൽ നിന്ന് കൊണ്ടുപോകാന്ന് ചിന്തിച്ചു കൊണ്ടുപോയവരുണ്ട്. ഞാൻ കുറ്റായിട്ട് പറയല്ലോ, അവനാനും മാറിപ്പോകാം രക്ഷിതാക്കളെ തൃപ്തിയോടെ. അതോടൊപ്പം തന്നെ അവർക്ക് ചെയ്തു കൊടുക്കാനുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം. ഇതെന്തിനാണെന്നറിയാവോ? നിങ്ങളെയൊക്കെ അഡ്രസ്സ് ഇപ്പോഴും അവരില്ലാണ്ടാകുമ്പോഴേ നമ്മൾ ആ വിലയറിയൂ. ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്ന കാല സ്വർഗം. ഒരു സങ്കടം വന്നാൽ പോലും ഉമ്മാന്റെ മടി തലവെച്ച് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, ലോകത്തൊരു പുക വലിക്കും കുടിക്കാനും പോയാലും കിട്ടൂല, ലോകത്തൊരുത്തൻ്റെ മടി കിടന്നാലും കിട്ടൂല. പക്ഷേ നഷ്ടപ്പെട്ടു പോയിട്ടാണ് അത് അറിയുന്നതെങ്കിൽ പിന്നെ ഉമ്മാന്റെ കബറും പുറത്ത് പേരെഴുതി വെച്ചതുകൊണ്ടും ഉമ്മാന്റെ കബറിങ്കലേക്ക് 1000 ചാക്ക് അരി സിമന്റ് നേർച്ചയാക്കിയതുകൊണ്ടും പള്ളിക്ക് 100 എത്തിങ്കാനക്ക് 100 ചാക്ക് അരി കൊടുത്തതുകൊണ്ടും കാര്യമല്ല. ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് അടുത്തു തിരിക്കണം, ഒന്ന് കൈ പിടിക്കണം, എന്തൊക്കെയാ അമ്മ അങ്ങളെ വിശേഷം എന്ന് ചോദിക്കണം. ആ പെറ്റ വയറിന്റെ നോവറിഞ്ഞ് ഒന്ന് അണച്ചൂട്ടി പിടിച്ചൊരു സ്നേഹം കൊടുക്കണം. നമ്മളെ മക്കൾ ആഗ്രഹിക്കുന്ന പല സ്വപ്നങ്ങളും നമ്മളെ മാതാപിതാക്കൾക്കുണ്ട്. കാരണം ചെറുപ്പത്തിലേക്കുള്ള മടക്കാണ് പ്രായം എന്ന് പറഞ്ഞാൽ. എൻ്റെ ചെറിയ പൈതൽ 1.25 വയസ്സുള്ള മോള് തെന്നി നടക്കുകയുള്ളൂ. ഞാൻ അതിനങ്ങനെ പിടിക്കാൻ ഓങ്ങും, അത് വീഴല്ലേ എന്ന് കരുതി. ഇതേപോലെ ഞാനാവുന്നൊരു കാലുണ്ട്. കമ്പിയും പിടിച്ചിട്ട് വീട്ടിൻ്റെ മൂലയിലൂടെ ചുമരും പിടിച്ച് നടക്കേണ്ട ഒരു കാലം എനിക്കും വരും. എൻ്റെ മോള് അവളെ വായി നൊലിക്കുന്ന തുപ്പൽ കാണുമ്പോൾ ഞാൻ പൊന്തിച്ചിൻ്റെ വായിലേക്ക് കുറ്റിയാൽ പോലും എനിക്ക് അറപ്പില്ല. ഞാൻ ഓളോട് പറയും തേനൊൽപ്പിക്കല്ല മോളേന്ന്. അവസാനം എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊന്ന് നീട്ടിത്തുപ്പുമ്പം ജനലിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല, എൻ്റെ മക്കൾ എന്നെ വെറുക്കുന്നുണ്ടെങ്കിൽ
അതിൻ്റെ 1000 മടങ്ങ് നിങ്ങളെ അറിയിച്ചിട്ടല്ലാണ്ട് പടച്ചോൻ ഈ ദുനിയാവെന്ന് തിരിച്ചു വിളിക്കൂലെന്നാ. അത് മക്കളാണെങ്കിലും ശരി, മരുക്കളാണെങ്കിലും ശരി. സൗദി അറേബ്യയിലുള്ളൊരു വാർത്ത നമ്മൾ ഫേസ്ബുക്കിൽ കൂടെ വായിച്ചു. ജ്യേഷ്ഠനെതിരെ അനിയൻ കേസ് കൊടുത്തു. എന്താ കാരണം? വാപ്പാനെ നോക്കാൻ വിട്ടിരുന്നില്ല. കേരളത്തിലെ മുഴുവൻ വാട്സപ്പ് ഗ്രൂപ്പിലും അത് എത്തിയിട്ടുണ്ട്. എനിക്ക് തന്നെ 150 ആളെങ്ങാൻ അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളടക്കം എങ്ങനെയായിരുന്നു? വാപ്പക്കെ കിട്ടാൻ അനിയൻ കേസ് കൊടുത്തു. അവസാനം വിധി വന്നു അനിയൻ്റെ കൂടെ വിടാൻ. കുറച്ച് അനിയൻ വാപ്പനെ നോക്കട്ടെ. സൗദിയിലെ പരമോന്നത കോടതിയിൽ നിന്ന് വാപ്പാൻ്റെ കൈ പിടിച്ചിറങ്ങി വാപ്പാനെ കാറിലേക്ക് കയറ്റാൻ നോക്കുമ്പം ഈ ജ്യേഷ്ഠൻ അനിയൻ്റെ അടുത്ത് വന്ന് പറയാ, ഡോ ഇങ്ങിൻ്റെ സ്വർഗാട്ടോ കൊണ്ടുപോകണമെന്ന്, ഇങ്ങിൻ്റെ സ്വർഗാ കൊണ്ടുപോകുന്നതെന്ന്, അതെനിക്ക് ഓർമ്മ വേണമെന്ന്. അത് കേരളത്തിലെ മുഴുവൻ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാവരും ഷെയർ ചെയ്ത്. ഇപ്പം അങ്ങനെയാ ഒക്കെ വാട്സപ്പ് സ്നേഹം. മാതൃദിനത്തിന് പണ്ടപ്പോഴോ ഉമ്മാൻ്റെ അപ്പരുള്ളൊരു ഫോട്ടോ എടുത്തിട്ടിട്ട് പറയും എൻ്റെ കരളിൻ്റെ കരളായ ഉമ്മാനെ പോയി നോക്കിയിട്ട് ഒരു മാസം തികഞ്ഞില്ല. അതൊക്കെ ഇപ്പം ഫാഷൻ. നിങ്ങൾ കാണല്ലേ, 14 കൊല്ലത്തെ ദാമ്പത്യത്തിന് രാവിലെ തന്നെ കുളിച്ച് ഓളക്കൊണ്ട് ഒരു കുപ്പാടിയിച്ചിട്ട് ഓനൊരു സെൽഫി എടുത്തിട്ട് പറയും പിണക്കത്തിൻ്റെ കുളിരിൻ്റെ കരുതലിൻ്റെ 14 കൊല്ലം. ഇതാരെയാ ബോധ്യപ്പെടുത്തുന്നത്? നാട്ടുകാരെ. എന്തിന്? ഞാക്കുങ്ങൾ സന്തോഷത്തോടെ ജീവിച്ച നിങ്ങൾക്ക് അള്ളാൻ്റെ അടുത്തേക്കും പുണ്യം. ഇനി നല്ലവനാന്ന് ഓളെ ബോധ്യപ്പെടുത്തിയാൽ മതി, ഓള് നല്ലതാന്ന് എന്നെയും ബോധ്യപ്പെടുത്തിയാൽ മതി. അല്ലാണ്ട് എൻ്റെ അയൽപ്പക്കാരനെങ്കിൽ ബോധ്യപ്പെടുത്തണ്ട ഞാൻ ഭയങ്കര ഹാപ്പിയിലായിനോന്ന്. ആ അഭിനയ ലോകായിപ്പം മറ്റുള്ളവരെ കാണിക്കാനുള്ള സ്നേഹം. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ഖബറിൽ പോലും പടച്ചോൻ സമാധാനം തരൂലെന്നാ. സ്വന്തം വാപ്പയമ്മയും നെഞ്ചു പൊടിഞ്ഞിട്ടാണ് ദുനിയാവെന്ന് പോയതെങ്കിൽ ഖബറിൽ പോലും പടച്ചോൻ സമാധാനം തരൂലെന്നാ. ഏത് മനുഷ്യനും അള്ളാഹ് ഖബറിൽ ഇളവ് കൊടുക്കും. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പെരുന്നാളിൻ്റെ ദിവസം, അതുപോലെ ആശൂറ, ലൈലത്തുൽ ഖദർ, അന്നൊക്കെ അല്ലാഹു തആല ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് ചെറിയ ചെറിയ ഇളവുകൾ കൊടുക്കും. ആ ഇളവ് പോലും പടച്ചോൻ കൊടുക്കൂല എന്ന് പറഞ്ഞത് ഒരേ ഒരു കൂട്ടർക്കാ. ഉക്കുക്കല്ലുമ്മഹാത്ത്, സ്വന്തം മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിച്ച മക്കൾക്ക്. കൂടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു ഉമ്മ മകനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കുന്നുണ്ടെങ്കിൽ ആ മകള് ആ ഉമ്മാക്ക് മകളാണ്. അത് മരുക്കളാണെങ്കിലും മക്കളാണെങ്കിലും രണ്ടു കൂട്ടരും ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും. നമ്മളെ മക്കൾ നമ്മളെ നേരെ തിരിഞ്ഞുക്കുമ്പോൾ നെഞ്ചിങ്ങനെ പെടയാൻ തുടങ്ങും. പെടയുന്നുണ്ട് പലരും. സ്വന്തം വാപ്പനെയും ഇമ്മനെയും നല്ല നിലക്ക് നോക്കാത്ത മക്കൾക്ക് പടച്ചോൻ ദുനിയാവ് കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷ എന്താണെന്നറിയോ? നെഞ്ചിൻ്റെ ഉള്ളിലുള്ളൊരു പെടച്ചിലാ. നമ്മളെ മക്കൾ നമ്മളെ നേരെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് പുകയാൻ തുടങ്ങും. അത് നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പെടയും. ഒരാളോട് പറയാൻ പോലും നമ്മളെ കൊണ്ട് പറ്റൂല. പക്ഷെ നമ്മൾ ഉള്ളിൽ ഇങ്ങനെ തികട്ടി വരും, ഇതെനിക്ക് കിട്ടണ്ടിയാ, കാരണം മൂപ്പരമ്മനെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞയച്ചത്, അത്രക്ക് കരയിപ്പിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, ഇതെനിക്ക് കിട്ടേണ്ടത് എൻ്റെ അമ്മനെയും വാപ്പനെയും എനിക്ക് അങ്ങനെയാ നോക്കാൻ പറ്റിയിട്ടില്ല. ആ കുറ്റബോധം കൊണ്ട് നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് നീറി നീറി ജീവിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, അത് മാറണം. എന്നെങ്കിലും ഖബറിലേക്ക് വെക്കണം. അക്കാലം വരെ ആ വേദന നെഞ്ചിൻ്റെ ഉള്ളിലുണ്ടാവും.